എന്നാൽ ഈ മാധ്യമ മേഖലയെക്കുറിച്ച് നമുക്കൊരു കാര്യം പറയാം. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു വിഷയം ഉണ്ടായാൽ ഏതെങ്കിലും മാധ്യമങ്ങൾ പ്രതികരിക്കുമോ? സേതുലക്ഷ്മി, ഒരു മാധ്യമത്തിലെയും വിഷയം പറയില്ല. എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമുണ്ട്. ഞാൻ MLA ആയതിനു ശേഷം ആദ്യമായിട്ട് ഒരു കോളിംഗ് അറ്റൻഷൻ നിയമസഭയിൽ അവതരിപ്പിച്ചത് മാധ്യമ ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിൽ വേതനം സംബന്ധിച്ച കാര്യങ്ങളാണ്, വിഷ്വൽ മീഡിയ പ്രത്യേകിച്ചും. മാധ്യമങ്ങളുടെ സപ്പോർട്ട് കിട്ടിയില്ല. അതായത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ 2016 ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട് ഞാൻ മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു ചാനലിൽ അവരുടെ മണിക്കൂറുകൾ, നമ്മുടെ പ്രൈം ടൈം ചർച്ചയൊക്കെ ഉണ്ടല്ലോ, പ്രൈം ടൈം ചർച്ച 1 മണിക്കൂർ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അവരുടെ ചാനലിൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഒരുപാട് തവണ, അതിന് തൊട്ട് മുമ്പ് വരെ എന്നെ വിളിക്കുകയും അവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരാം, ഇവിടെ വരണം എന്ന്, അവിടെ ജോലി ചെയ്യാനായിട്ട് ചെല്ലണമെന്ന് പറയുകയും ചെയ്ത മാധ്യമ സ്ഥാപനം 1 മണിക്കൂർ ചർച്ച നിരന്തരമായിട്ട് വ്യാജ വാർത്തകൾ. ഞാൻ അവരുടെ എഡിറ്ററോട് ചോദിച്ചു, എന്തിനാണ് എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ? പറഞ്ഞു, ഞങ്ങളുടെ നയമാണ് വീണ, ഞാൻ നിസ്സഹായനാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയോ ഒരു വിഷയമുണ്ടായാൽ മറ്റൊരു മാധ്യമ പ്രവർത്തകനോ അല്ല, നമ്മൾ സൗഹൃദങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഇത് പുറത്തേക്ക് പറയുന്നതിന് ഒരു മാധ്യമ സ്ഥാപനത്തിലുള്ളൊരു വിഷയം മറ്റൊരു മാധ്യമ സ്ഥാപനം പറയുമോ? അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് അത് മാധ്യമ ലോകത്ത് പ്രതീക്ഷിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ഇതില്ലാത്ത മേഖലയാണ് മാധ്യമ മേഖല എന്നുള്ളത് നമ്മൾ കാണാനായിട്ട് സാധിക്കണം. ഒന്നാമത്തെ കാര്യം. 2, CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വന്ന നിമിഷം മുതൽ, അല്ലെ അത് പ്രഖ്യാപിക്കപ്പെട്ടത് മുതൽ ശത്രുപക്ഷത്താണ് ഞാൻ എന്നുള്ളത്. അത് ആരുടെയൊക്കെയാണ് ഇത് എന്നുള്ളത് അറിയാമല്ലോ. വ്യക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ CPM വിരോധമൊക്കെ വെച്ച് പുലർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലാണ് ഉള്ളത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെയുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടായിരുന്നാൽ പോലും എനിക്കിപ്പോൾ വ്യക്തിപരമായി ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ വ്യക്തിവിരോധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ഒരുപാട് പേരുടെ ശത്രുവായിട്ടുണ്ടാകാം. ആ ശത്രുത പക്ഷേ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ വളരെ നല്ല സേവനം തന്നെയാണ്. വളരെ നന്നായിട്ട് കാര്യങ്ങൾ പഠിച്ച് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ തന്നെയാണ് വീണ ജോർജ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കവുമില്ല.